സ്കൂളിലെ ഓട്ടമത്സരം നടക്കുകയാണ്. മിടുക്കനായ ഒരു വിദ്യാർത്ഥി അവൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ ഓട്ടമത്സരത്തിന് റെഡിയായി നിൽക്കുന്നു. മത്സരം കഴിഞ്ഞു. ഈ കുട്ടി തോറ്റുപോയി. അവനേക്കാൾ വിഷമം അവന്റെ ടീച്ചറിനായിരുന്നു. ടീച്ചർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുട്ട, എന്നാലും നീ തോറ്റുപോയല്ലോ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞു, ടീച്ചറെ, ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോൽക്കുമ്പോൾ കരയാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ കരഞ്ഞില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഓട്ട മത്സരത്തിനാണ്. ഏത് മേഖലയിലായാലും ഓടി ഓടി മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. എന്നാൽ ഈ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. യൂദാസ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, രാജ്യങ്ങള് കീഴടക്കി അതിന്റെ അധിപനാകുന്ന വിജയിക്കുന്ന ഒരു കർത്താവിനെയാണ് അവൻ മുന്നിൽ കണ്ടത്. അതിനു വേണ്ടി തന്നെയാണ് അവൻ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേർന്നതും. കർത്താവായ ഈശോ മിശിഹ ഒരിക്കലും ആരെയും കീഴ്പ്പെടുത്തുന്ന അധികാരം ഉപയോഗിക്കുന്ന ഒരു രക്ഷകനായിരുന്നില്ല. അവൻ കീഴ്പ്പെടുത്തിയത് മനുഷ്യ ഹൃദയത്തെയാണ്. നോക്കുക, കർത്താവിന്റെ പ്രാർത്ഥന, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, ഏൽ ഏൽ ലമ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. അത് കർത്താവ് തന്നെ കുരിശിൽ നിന്നും രക്ഷിക്കും എന്ന് ഓർത്തുള്ള ഒരു പ്രാർത്ഥനയല്ല. ദൈവത്തോട് സാധാരണ പ്രാർത്ഥിക്കാറുള്ള സമയത്ത് കുരിശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവായി ഈശോ മിശിഹ പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർ ഈ പ്രാർത്ഥനയെ വ്യാഖ്യാനിച്ചത് സ്വർഗത്തിൽ നിന്നും രക്ഷകരെ പോലെ മാലാഖമാർ ഇറങ്ങി വന്ന്, മാലാഖമാരുടെ വ്യൂഹം ഇറങ്ങി വന്ന് അവനെ കുരിശിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകും. കണ്ടു നിന്നിരുന്ന ആളുകളുടെ വിചാരം ഏകദേശം അതുപോലെയായിരുന്നു. എന്നാൽ കർത്താവായ ഈശോ മിശിഹ മുൻപ് പറഞ്ഞ കുട്ടിയെ പോലെ തോൽക്കുമ്പോൾ കരയാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും വേണ്ടുന്ന ഒരു കാര്യം, ദൈവഹിതത്തോട് മറുതലിച്ച് നിൽക്കാതെ ഈ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ്. എനിക്ക് വിജയിക്കാനല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ വിജയിക്കണം. ഈ നൊയമ്പില് നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം, ദൈവത്തോട് ആലോചന ചോദിക്കാതെ എൻ്റെ മാത്രം ഇഷ്ടത്തിന് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുണ്ട്. മറ്റു ചിലർക്ക് അതിലൂടെ പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കുകളെ മൃദുവാക്കുവാനും ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചതിന് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അവിടത്തോട് കൂടെ സഞ്ചരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.